എവിടെ നീയേ? കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. ഈ കറി വെക്കേ പൊരിക്കേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. വാ. അതെവിടെ ഉണ്ട് എന്നാ എന്തത്? കുറച്ച് ചിക്കൻ മേടിച്ച് ഞാൻ പറഞ്ഞില്ലേ അന്ന്. ചിക്കൻ മേടിച്ച കൂട്ടാൻ വെക്കുമ്പോ പൊരിക്കാൻ എന്തെങ്കിലും ചെയ്യും. ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിക്കണ. ശരി ശരി, കുഴപ്പമില്ല, ഇവിടെ ഇരിക്കട്ടെ. ഇത് നോക്കിയ നീ എന്തൊക്കെ കിടക്കണം കോൾ നോക്കി. ഞാൻ വരുമ്പോ പറയാൻ വേണ്ടി ഇരുന്ന ഞാനത് വിട്ടുപോയി. കാല് നോക്കി ഒട്ടും നടക്കാൻ പറ്റുന്നില്ല. മുറ്റൊന്നും അടിച്ചിട്ടില്ല. ഞാൻ കാലത്ത് പോകുമ്പോ ചായ കുടിച്ച ക്ലാസ് അങ്ങനെ കഴിക്കുന്നുണ്ട് അവിടെ. അവർക്ക് മുറ്റടിക്കാനൊന്നും സമയമായിട്ടില്ല. അവർക്ക് മുറ്റടിക്കാൻ ആര് മുറ്റടിക്കണ? ഞാൻ തന്നെ ചെയ്യണം മുറ്റടി. ഇതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ എന്റെ കൈ നീ പിടിച്ച് കാണിച്ചു കൊടുക്കൊന്നും വേണ്ട. നീ പോയിട്ട് പറഞ്ഞ് വിളിച്ചിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഒന്ന് അടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പറയണം. നീ ഇതൊന്നും ചെയ്യാതെ മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാലോ? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ പോലെ തരം ഉള്ളവിടുന്ന് പെണ്ണെടുക്ക് എന്ന് പറഞ്ഞത്. വലിയ വലിയ കുടുംബത്ത് പോയിട്ട് പെണ്ണെടുത്തിട്ട് ഐറ്റികൾ ചെയ്യോ? അതിറ്റുകൾക്ക് ചെയ്ത് ശീലണ്ട. ഒന്ന് അവർക്ക് മുറ്റെടുക്കാൻ എങ്ങനെയാന്നോ ചോദിക്കുന്നത് എന്നോട്. ഇതെങ്ങനെ മനസ്സിലാക്കി കൊടുക്കണോ? പണ്ടിപ്പോ 1 മാസം 2 മാസം 3 മാസം കഴിഞ്ഞില്ലേ? ഇനി പഠിക്കുന്ന സമയങ്ങൾ കഴിഞ്ഞു. ഒടിയാനായി ചെയ്തിട്ട് നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ചെയ്യാൻ പറയും. ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഇനി കണ്ട പണികളൊക്കെ ചെയ്ത് ചോറ് വെച്ച് കൂട്ടാൻ വെച്ച് അടിക്കല് തുടക്കല് എല്ലാം കഴിഞ്ഞ് മുറ്റടിച്ചിട്ടില്ല. തുണി തിരുമ്പ എന്തോരം പണി എനിക്ക് ചെയ്ത് എന്റെ താങ്കളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോ ഉമ്മ ഒറ്റക്ക് കാരണം കഷ്ടപ്പെടണ്. നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യണം. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചു തന്നാലും ഉമ്മ ചെയ്യുമ്പോ ഉമ്മാനെ കണ്ടൊക്കെ ചെയ്യാം. ഏത് മരുമക്കള് വരുന്നേ? അതെ, കണ്ടു അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയണോ? അല്ലാണ്ട് നീ വായും കൂടി ഉണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യാ? നിങ്ങൾ പറഞ്ഞില്ലേ പോകുമ്പോ ചായ കുടിച്ച പാത്രം നിങ്ങളെ മുന്നിൽ ഇരുന്ന് നിങ്ങളൊപ്പം ചായ കുടിച്ചാണ് ഇതേ പോയി കിടക്കണം. അതിന്റെ ഉള്ളിൽ ഒരെണ്ണം മൊബൈലും കുത്തിപ്പിടിച്ച് നോക്കിയിട്ട് കിടക്കുന്നുണ്ട്. ഇതിപ്പോ ഇന്നലെ മിഞ്ഞാന്ന് കണ്ടു തുടങ്ങിയല്ലേ? കുറെ നാളെ ഞാൻ പറയണം നമ്മളിങ്ങനെ ഒച്ചയിട്ട് സൗണ്ട് ഇട്ട് വർത്താനം പറയുമ്പോ അപ്പുറത്തുള്ളവർ കേൾക്കുമ്പോ അവരെന്താ വിചാരിക്കാ? എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരെ പോരടിക്കാൻ തുടങ്ങണോ എന്ന് പറഞ്ഞിട്ട് എന്തിനാ ഇത്? നമ്മള് മക്കളെ പോലെ കാണുന്നത്. എനിക്ക് പറയാ, നീ പറയാ അമ്മാനെ പോലെയുള്ള സ്ഥാനത്ത് നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കുട്ടികളോട്. ഇങ്ങനെയാണ്, അവിടത്തെ പോലെയല്ല ഇവിടെ വന്ന കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ഇങ്ങനെയൊക്കെ നടക്കണം എന്നുള്ളത് നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാലത്തെണിച്ചിട്ട് എല്ലാ കുടുംബത്തെ പണികളും കഴിഞ്ഞ് എല്ലാം അപ്പുറത്തതാ ജമീലത്തെയൊക്കെ എൻ്റെ മരുമക്കളൊക്കെ വന്നിട്ട് ഈ അത് ചെയ്യണ ഇത് ചെയ്യണ പറഞ്ഞിട്ട് അവര് പറയുമ്പേ മരുമക്കളൊക്കെ എല്ലാ പണിയും ചെയ്യും. പക്ഷെ എനിക്ക് ഇത്തിരി മുറ്റടിച്ച ഒരു സമാധാനം ഇല്ലേന്ന് വെച്ചിട്ട് ഇന്ന് കാലത്ത് പോകുമ്പോ ചോദിച്ചപ്പോ ഞാൻ അങ്ങനെയാ പറഞ്ഞു. അല്ലെങ്കിൽ 2-3 മരുമക്കന്മാർക്ക് എങ്ങനെയുണ്ട്, പണിയൊക്കെ ചെയ്യുമെന്ന് എന്നോട് ചോദിച്ചപ്പോ ഞാൻ ഇവരൊന്നും കുഴപ്പമില്ല, അവരൊക്കെ നന്നായി ചെയ്യൂ എന്ന് ഞാൻ ഇവരിനെ നല്ല പൊക്കിട്ട് ഞാൻ പറഞ്ഞു. പിന്നെ അവരെ ഇവിടെ വന്ന് കുടുംബത്ത് കണ്ടാലോ കാശിലെ വീട്ടിലത്തെ പെൺകുട്ടികളൊക്കെ കൊണ്ടുവന്നാലും ആയിട്ടുകൾ ചെയ്യോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാശുള്ള പെൺകുട്ടികൾക്ക് എന്താ കയ്യും കാലില്ലേ ചെയ്യാൻ? അതുപോലെ തന്നെ ഇവരും പാവപ്പെട്ടവർക്ക് കയ്യും കാലുണ്ട്, ഇവരും കയ്യും കാലുണ്ട്. ഒക്കെ അതേപോലെ പഠിക്കുക തന്നെ. ഒക്കെ വയറ്റുന്ന വരുമ്പോ പഠിച്ചിട്ട് വരുമൊന്നുമില്ല ആരും. ഇത്ര നേരമായില്ലേ എണിച്ച് വന്നിട്ടുണ്ടാന്ന് നോക്കിയേ. അത് നീ ആദ്യം കഴിഞ്ഞാണ്ട് അങ്ങനെ പോയിട്ട് വാതിലടച്ചിട്ട് കിടക്കുകയാണ്. നീ ഫസ്റ്റ് വളം വെച്ചു കൊടുക്കുന്നില്ല, അതന്നെ പിന്നീട് നടക്കുള്ളൂ. നീ വന്ന് പോയിട്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഞാൻ കാര്യം പറയാനല്ല. ഇന്നാളെ വരെ ഉമ്മ വന്നപ്പോ മോളൊന്നും ചെയ്യണ്ട, പണികളൊന്നും നീ പോയി ചെയ്യാനൊന്നും നിൽക്കണ്ട, അവര് വേണമെങ്കിൽ ചെയ്തോട്ടെ, നിനക്ക് നല്ലോണം സ്വർണവും പണവും പൈസ ഒക്കെ തന്നിട്ട് നല്ല പോലെ കല്യാണം കഴിച്ചത്, നീ അവരുടെ അടുക്കള പണി ചെയ്യാനൊന്നും അല്ല, നീ ഒന്നും ചെയ്യാൻ നിൽക്കണ്ടെന്ന് പറയുന്നത് ഞാൻ കേട്ട്. പിന്നെ ആ പെണ്ണുത്തിയോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പ്രശ്നം ആകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ മിണ്ടാണ്ട് കേട്ടിട്ടും കേൾക്കാത്ത പോലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇവിടെ ജീവിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഞാൻ പറയേണ്ട ഇടപെടുത്തിക്കരുത്, നീ തന്നെ പറയണം. വയ്യ പൊന്നെ മനുഷ്യൻ എന്താ ചെയ്യാ? എന്തെന്നാ പറയുന്ന ഇങ്ങനെ വിട്ടാലും പറ്റില്ല. അല്ല, ഈ മൊബൈൽ നോക്കിട്ട് ഇരിക്കുന്നത് അടുക്കളയിൽ വന്നിട്ട് വല്ലതും ഉമ്മാക്ക് സഹായിച്ചു തന്നൂടെ മോളെ? ഈ മൊബൈൽ നോക്കി കോമഡി നോക്കിട്ട് ഇത് നേരെ ഇങ്ങനെ ഇത് ചിരിച്ചു കണ്ടിട്ട് ചിറി കേട്ടിട്ട് ഇപ്പൊ ഓടി വരിക. ഒപ്പം വന്നിട്ട് എന്നെ ചീത്ത പറയുന്നു. അവിടെ തലവേദനിക്കണ പോലെ ഉണ്ട്. ഈ ഉമ്മ ഒറ്റക്ക് കിടന്നിട്ട് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും വന്ന് ചെയ്ത് തന്നൂടെ മക്കളെ? നിങ്ങക്ക് തലവേദനിക്കണോണ്ട് അമ്മ ഇരുന്നിട്ടുണ്ടായിരുന്നത്. തലവേദന പറഞ്ഞിട്ട് ഇന്ന് തലവേദന, എല്ലാ ദിവസവും തലവേദന. ഈ നേരമായിട്ട് മുറ്റടിച്ചു വിട്ടിട്ടില്ല. ഉപ്പ വന്നിട്ട് ഇപ്പൊ എന്നെ ചീത്ത പറയണ. ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു പണിക്കാരിയാണോ?
എല്ലാവർക്കും മരുമക്കള് വന്ന ഒന്നും അമ്മായിമാർക്ക് കയ്യാരും. ഇതിപ്പോ ഇങ്ങക്കും വെച്ച് വിളമ്പി എല്ലാവർക്കും ഞാൻ ചെയ്തെന്ന്. ഉമ്മാക്ക് പിന്നെ 16 വയസ്സല്ലേ, ഉമ്മാക്ക് വയസ്സായി വരികയാണ്. അതെ ഇത്തിരി വയ്യായിട്ട് ഇരുന്നത് അമ്മ. ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫോണ് വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ റീൽസ് നോക്കി. അതിനാണ് ഉമ്മ ഇങ്ങനെ ഒന്ന് ചീത്ത പറയുന്നത്. ഉമ്മ ചീത്ത പറയലും പിന്നെ എന്താ ചെയ്യാ? നിങ്ങൾക്ക് ഈ മഹാറാണി പോലെ കാര്യം നീട്ടി വെച്ച് ഓരോ റൂമിലും മൊബൈൽ എടുത്ത് നോക്കി വെച്ചിട്ട് ഇരുന്നാല് ഞാനെന്താ നിങ്ങളെ പണിക്കാരിയാ? നിങ്ങളെയൊക്കെ കൊണ്ടുവരുന്നത് അങ്ങനെയാ? അപ്പുറത്തെ ഇപ്പുറത്തെ അമ്മായിമാരും മരുമകന്മാരും പണിയെടുക്കുന്നത് കാണുമ്പോഴേ നമുക്ക് കൊതിയാകുക. നമ്മളും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അങ്ങനെ എന്തുട്ട് ഇതെന്ന്. മുറ്റടിച്ചിട്ടില്ല ഈ നേരമായിട്ട് 10 മണി കഴിഞ്ഞു. ഇത് ഉപ്പ പറപ്പൂര് പോയിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ട് അത് വെക്കിന്ന് പറഞ്ഞു. ഞാൻ എന്തൊക്കെയാ ചെയ്യാ? ഉപ്പ കാലത്ത് ചായ കുടിച്ചിട്ട് പോയ സാധനങ്ങളാണ് അവിടെ എടുക്കുന്നത്. എല്ലാവരും ഇങ്ങനെ റൂമിൽ വന്നിരുന്നാല് ഞാൻ എന്ത് ചെയ്യാനാ അറിയുമ്പോ? എന്നാലെങ്കിലും ഒന്ന് കൂശിയിട്ട് പോയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടാ? അതെ, ഇത്ര മുതലും ഇത്ര പണം കൊണ്ടുവന്നിട്ട് പറഞ്ഞ അഹങ്കാരം ഒന്നും കാണിക്കണ്ട. ഞങ്ങളൊന്നും ഒരു മുതലും 10 പൈസ ചോദിച്ചിട്ടില്ല. ഒരു പെണ്ണിന് തന്നെ ചോദിച്ചിട്ടുള്ളൂ. നന്റെ വീട്ടുകാര് സ്വത്തും മുതലും ഇത്ര പൈസ പൊന്നു തന്നില്ല, എത്ര പൈസ നന്റെ ഉമ്മ ഇന്നാള് വന്നിട്ട് പറയണത് കേട്ടതാ. ഈ ഒന്ന് വലിയ പണിയൊന്നും എടുക്കണ്ട, ഈ ഒന്ന് വലിയ അടിച്ചു പോരണ്ട, ഈ നിന്റെ കാര്യം നോക്കിയിട്ടിരിക്കെ. നിനക്ക് ഞാൻ അത്യാവശ്യം പൊന്നും പണമൊക്കെ തന്നിട്ടാണ് നിന്നെ കല്യാണം കഴിച്ചു കൊടുത്തത്. ഈ അവിടുത്തെ പോയിട്ട് അടുക്കളയിൽ കടന്നിട്ട് വേഗം ഒന്നും വേണ്ടെന്ന്. എന്താ നിന്റെ ഉമ്മ അങ്ങനെ പറയാൻ കാരണം? കെട്ടിക്കൊടുത്ത് എങ്ങനെയാണോ മക്കൾക്ക് അതെ വന്നിട്ട് നമ്മൾ വഷളാക്കി വിടണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ മിണ്ടാണ്ടിരുന്നതാ. അങ്ങനെ നല്ല ശീലമല്ല കേട്ടത്. കൈനിറയെ അത് കൊണ്ടുവന്ന്, കൈനിറയെ ഇത് കൊണ്ടുവന്ന്, അതൊക്കെ എന്റെ വീട്ടിൽ കൊണ്ട് വെച്ചോ. നമുക്കത് ആവശ്യമില്ല. ഇവിടെ ആണെങ്കിൽ മര്യാദക്ക് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ മക്കളെ നല്ല രീതിയിൽ വയ്യാന്ന് വെച്ചിട്ട് ഇരുന്നതാണ്. ഇന്നൊരു ദിവസമാണോ വയ്യാണ്ടായത്? ഈ എത്ര കല്യാണം കഴിഞ്ഞിട്ട് 3-4 മാസമൊക്കെ ആയില്ലേ? ഒറ്റക്ക് കിടന്ന് കഷ്ടപ്പെടുമെന്ന ഒരു മനസാക്ഷിയുള്ള മക്കള് വന്നിട്ട് ഒന്ന് എന്താ ഉമ്മ എന്ത് ചെയ്യണ, എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കില്ലേ? ചെയ്ത് എനിക്ക് വയ്യ. നമ്മളൊരിച്ചിരി കിടന്നാല് എങ്ങളൊന്നും ഈ മക്കളൊന്നും നിങ്ങൾ നമ്മളെ നോക്കൂല. ഉപ്പ വന്നിട്ട് ഇപ്പൊ ചീത്ത അറിയാ. എന്തോരം പണികൾ കിടക്കണം. നീ ചെയ്ത് ആ പിള്ളേരെ വിളിച്ചിട്ട് ഒന്ന് കാണിച്ചു കൊടുത്തൂടെ, അടുത്ത് നിർത്തി ഒന്ന് പണി പഠിപ്പിച്ചു കൊടുത്തൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ വലിയ കാശുള്ള വീട്ടിലത്തെ മക്കളാകും. അത് വന്നവിടെ അതുപോലെ കാണിക്കണമെന്നില്ലല്ലോ. അതിന് ഞാനായിട്ടല്ലല്ലോ, എന്നോട് ഇക്ക പറഞ്ഞാണ് റെസ്റ്റ് എടുക്കാൻ. എനിക്ക് രാത്രിയൊക്കെ പനി, അതും അറിയുന്നുണ്ട് എന്തെങ്കിലും. അപ്പൊ ഇക്ക എന്നോട് പറഞ്ഞു പണിയൊന്നും വയ്യെങ്കിൽ ചെയ്യാൻ നിൽക്കണ്ട, ഈ റെസ്റ്റ് എടുത്തോന്ന്. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇരുന്നില്ല. അതുകൊണ്ട് ഞാനായിട്ട് ഇവിടെ വാശി പിടിച്ചിട്ടൊന്നും നിങ്ങളെ കുടുംബത്തെ പണി ചെയ്യാണ്ടിരിക്കുന്നില്ല. എന്റെ കുടുംബത്തെ പണി നല്ല വർത്താനൊക്കെ പറയാൻ കിട്ടണില്ലേ? ഇതുപോലെ വർത്താനം പറയുന്ന പോലെ പണിയെടുക്കണം കേട്ടാ. കാലത്ത് ചായ കുടിച്ച പാത്രം ഇങ്ങനെ നിനക്കൊന്നും എടുത്ത് വെക്കാൻ പറ്റൂല. അത് അവിടെ ഇന്നിട്ട് നിൽക്കണ്. ആരാ നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരും എടുത്ത് വെക്കാന്? ഓരോന്ന് പറയാൻ നിക്കുന്നത്. പറയണ ചായ കുടിച്ച പാത്രം എടുത്ത് വെക്കാൻ പറ്റൂലേ? ഞാൻ കണ്ടില്ലല്ലോ. അവനെടുക്ക പോയി അറിയില്ല ചോദിക്കാതന്നെ ചായ അവരെന്നെ എന്റെ അടുത്ത് പറഞ്ഞത്. അതെ, അപ്പൊ ഇനി ചോറ് നാളെ തൊട്ട് റൂമിൽ കൊണ്ട് തരാം. ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് പോവാ. വന്ന മരുമക്കളൊക്കെ നല്ല സുഖാ, കുഴപ്പമില്ല. എന്താ നിങ്ങളൊക്കെ കാശുള്ള വീട്ടിലത്തെ പെൺകുട്ടികളല്ലേ? കാശുള്ള വീട്ടിലത്തെ പെൺകുട്ടികളെ കൊണ്ടുവന്നാലും അങ്ങനെയാണ്. നിങ്ങൾ ചിന്തിക്കണേക്ക് എനിക്കൊന്നും പറയാം. ഞങ്ങൾ ചിന്തിക്കല്ലേ, നിങ്ങളെ കാണിച്ചു കൂട്ടലും അങ്ങനെയാ. വയ്യാന്ന് പറഞ്ഞു റൂമിൽ വാതിലടച്ചിട്ട് ഓരോ റൂമിൽ വാതിലടച്ചിട്ട് ഇങ്ങനെ ഇരുന്നാലേ ഇവിടെ വരെ പണിക്കാരി ഉണ്ട്. ഇവിടെ ഇതൊന്നും ശരിയാവൂല. ഇന്ന് വരെ അമ്മായിമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ചായ എനിക്ക് തിളപ്പിച്ചു തന്നിട്ടില്ല ഈ മക്കള് എന്ന് പറഞ്ഞ മക്കള്. അറിയാ അവൻ ഇങ്ങോട്ട് വരട്ടെ. അവൻ പറഞ്ഞത്ര വൈകിയാണ്ട് നീ കെടുക്കുന്നു. എവിടുക്ക പോയി അവൻ ഇന്ന് ഇങ്ങോട്ട് വരട്ടെ. അവനൊക്കെയുള്ളത് അവനക്കൊരു പെണ്ണ് കിട്ടിയപ്പോ പെണ്ണിന്റെ തലയെ തൂക്കി വെച്ചിട്ട് അവൻ ആടാൻ നിക്കണവൻ. ഇങ്ങോട്ട് വരട്ടെ. ഇങ്ങോട്ട് നല്ലത് ചൂടുള്ളത് വെച്ചു കൊടുക്കാതവന് നല്ലത് വെച്ചിട്ടുണ്ട്. അവനെ കാണുന്നുണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെ. ഉമ്മ അതായില്ലേ, ഉമ്മ ഇതായില്ലേ. അവൻ നാവ് തോന്നാൻ പെണ്ണിന് ചോദിക്കണില്ല. ഒരു പെണ്ണിനെ കൊണ്ട് കുടുംബത്തെ റൂമിന്റെ ഉള്ളിൽ ഇരുത്തിയിട്ട് ഉമ്മാനെ ഇട്ടിട്ട് ദ്രോഹിക്കുക. വരട്ടെ ഇങ്ങോട്ട് എവിടുക്ക പോയി അവൻ വരട്ടെ. ചായ കുടിച്ചിട്ട് പോയതാണ്. അടന്നിട്ട് നിന്ന് ചായയും കടിയും കൊടുത്തിട്ടുണ്ടാവില്ല തന്നെ. അതൊക്കെ ഉമ്മയും മോനും തമ്മിലുള്ള പ്രശ്നമല്ലേ? നിങ്ങൾ എന്തിനാ എന്റെ അടുത്ത് ഇതൊക്കെ പറയാൻ നിക്കുന്നേ? അവരായിട്ട് സംസാരിച്ചു. അത് എന്റെ മോനെന്നെ പറയൂ. എന്റെ മോനൊന്നും ഇങ്ങനെ മാറിയ മോനല്ല. എന്റെ മോൻ എന്റെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിന്നെ ഇവിടെ കെടുക്ക്, അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ടെന്ന് പറയണില്ലേ? അതൊക്കെ ആരായാലും പറയില്ലേ? എന്റെ മോൻ മാറിയ വിവരമൊക്കെ എനിക്ക് അറിയാം. അവൻ ഇങ്ങോട്ട് വരട്ടെ. അവനക്ക് ഉമ്മ ചെയ്യുമ്പോ അവനിക്ക് സങ്കടമില്ല. ഇന്നലെ വന്ന പെണ്ണ് ചെയ്യാൻ പോകുമ്പോഴാണ് നീ അവിടെ കെടുക്ക്, നീ എണിക്കണ്ട വെച്ച് കടത്തിയിട്ട് പോയില്ലേ, വരട്ടെ. അവനിക്കുള്ളത് ഞാൻ കൊടുക്കാം. ആയിക്കോട്ടെ. വല്ലാണ് നാവങ്ങനെ നീളുന്ന അവൾക്കുള്ളത് ഞാൻ കൊടുക്കാം. അവനങ്ങോട്ട് വരട്ടെ. പറഞ്ഞ മരുന്ന് എന്തിനാ എനിക്ക് മരുന്ന്? നിങ്ങളുടെ ഉമ്മ എന്തൊക്കെ വന്നിട്ട് എന്നെ പറഞ്ഞിട്ട് പോയിന്നറിയോ? എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു?
പറഞ്ഞ് കിടക്കുമ്പത്തിനും എന്തൊക്കെയെന്നാ പറയണത്. നീ വലിയ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലേ, നിനക്ക് സ്വർണ്ണം അത്ര തന്നു ഇത്ര തന്നു എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇതൊക്കെയാണല്ലേ നിങ്ങളുടെ ശബ്ദത്തിൽ? ഇങ്ങനെയൊന്നും ശരിയാവില്ല ഞാൻ പറഞ്ഞു ഇന്നോട് ഇക്ക റെസ്റ്റ് എടുക്കാൻ പറഞ്ഞപ്പോ അവൻ വരട്ടെ എന്നിട്ട് നിങ്ങൾ എന്തൊക്കെയോ പറ്റുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടിട്ടിരിക്കുക. എനിക്ക് വയ്യാത്തോണ്ട് തന്നെയല്ലേ ഇക്ക ഞാൻ ഇവിടെ കിടന്നിട്ടുണ്ടായിരുന്നത്. അതിനാണ് നിങ്ങളെ ഉമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് തന്നെ. എന്ത് പറഞ്ഞു? ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞാ? എനിക്ക് കേട്ടിട്ട് അങ്ങനെ തോന്നി. ഇനിയിപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാന്നൊന്നും എനിക്കറിയില്ല. ഉമ്മാക്കുള്ള ഞാൻ കൊടുക്കാം, അല്ലെങ്കിൽ ഇത്തിരി കൂടുതലാണ്. വയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിന് വർത്താനം പറയേണ്ട ആവശ്യം എന്താണ്? ചായ കുടിച്ച പാത്രം എടുത്തു വെച്ചില്ല. ഇവിടെ ആരൊക്കെ വന്ന് ചായ കുടിക്കണു, ചായ കുടിച്ചിട്ട് എണിച്ചു പോകണമെന്നൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക പണി. ഞാൻ ഇവിടെ വയ്യ, തലവേദനിച്ചിട്ട് എന്നെ ഉമ്മ വിളിച്ച് എന്തായി ഇവിടുത്തെ ഉമ്മയെ ചോദിക്കണില്ല. അപ്പൊ ഉമ്മ വിളിച്ച് ചോദിച്ചതിനടുത്ത് പനി കുറവുണ്ടെന്നും രാത്രിയൊക്കെ പനിയാന്ന് പറഞ്ഞില്ലേന്ന്. അപ്പൊ സംസാരിച്ചിട്ട് അങ്ങനെയൊന്ന് ഇൻസ്റ്റയിലൊന്ന് 2 റീൽസ് കാണുമ്പോഴത്തേനും വന്നുകൊണ്ട് നീ ഈ മൊബൈൽ നോക്കി ഇതിന്റെ ഉള്ളിൽ ഇരിക്കല്ലേ, നിനക്ക് പണികളൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ വേണം അടിച്ചു വരാനും തുടയ്ക്കാനും, എനിക്ക് വയ്യാത്തോണ്ടല്ലേ. ഞാൻ പറഞ്ഞു ഉമ്മ എനിക്ക് തലവേദനയായിരുന്നു അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ ഇരുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ അതിനും കുറെ ചീത്ത നിന്ന് പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു ഇപ്പൊ എന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞപ്പോ അവൻ എന്തിനാ റെസ്റ്റ് എടുക്കാൻ പറയുന്നത്, അവന്റെ അടുത്ത് വല്ല ജോലിക്കാരി കൊണ്ടുവന്ന് നിർത്താൻ പറയുന്ന പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞു. മനുഷ്യന് നല്ല വിഷമാവുന്നുണ്ട് നിങ്ങൾ ഉമ്മ ഇങ്ങനെ കാണിക്കുമ്പോ. അല്ലേലും ആ തിന്ന പാത്രം ആകെ 2 അത് ഈ ഉമ്മാക്ക് എടുത്തു വെക്കാൻ പറ്റില്ലേ? എനിക്കറിയില്ല. മുറ്റത്ത് എന്തിട്ടാ ചപ്പും ചവറുകളൊന്നും അടിച്ചുവിടാൻ ഉമ്മാക്ക് പറ്റില്ലേ? എന്തിട്ട് വയ്യാന്ന് പറയുമ്പോഴേക്ക് ചൂടാന്ന് നിങ്ങൾ ഉമ്മയുടെ പേര് പറഞ്ഞിട്ട് ഉമ്മ ഇതേപോലെ മോനെ കുറിച്ച് പറഞ്ഞിട്ട് എനിക്ക് ചൂടാന്ന്. ഇതൊക്കെ നിങ്ങൾക്കൊക്കെ ചൂടാവാനുള്ള സ്ഥലം ഞാന്. ഉമ്മാക്ക് അല്ലെങ്കിൽ ഇത്തിരി കൂടുതലാ, പറഞ്ഞാ മനസ്സിലാവില്ല. വയ്യാന്ന് പറഞ്ഞാൽ വെറുതെ വിട്ടൂടെ? ഞാൻ ചോദിക്കട്ടെ ഉമ്മാർത്ത്, നീ എന്തായാലും ഇത് കഴിക്ക്. ഞാൻ ഉമ്മാർത്ത് ചോദിച്ചിട്ട് വരാം. അല്ലെങ്കിൽ ഉമ്മാനെ പറഞ്ഞാ മതിയല്ലോ. അല്ലപ്പാ ഈ ഉമ്മയോടെ? ഉമ്മ എന്താ ചോദിക്കണേ? ഉമ്മ നാരങ്ങ വെള്ളം കുടിച്ചിട്ട് ഷുഗർ പ്രഷർ കൂടിയിട്ട് അപ്പം കൂടെ കിടത്തിയിട്ടുള്ള റൂമിൽ. എന്തിനും ഉമ്മ ചോദിച്ചിരുന്നു എന്താ കാര്യം? അല്ലപ്പാ അത് ഉമ്മാക്ക് എന്തിന്റെ കേടാണ്? ആ വയ്യാണ്ട് കിടക്കണതിനെ പോയിട്ട് നല്ല ചീത്ത പറഞ്ഞിരിക്കണല്ലോ. ഉമ്മാക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ഈ പാത്രം, ഈ അടിച്ചു വരല്, ഈ തുറക്കലൊക്കെ. അത് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് എന്തിനാ അതിനെ പോയി ചീത്ത പറയേണ്ട ആവശ്യം? അല്ലെങ്കിൽ ഉമ്മാക്ക് ഇത്തിരി കൂടുതലാ. 4 വർത്താനം പറയാൻ വേണ്ടിട്ട് ഞാൻ കൊണ്ട് വന്നതാ. ഞാൻ എന്തിനു നീ ഉമ്മ ചോദിക്കണം? ഉമ്മ ചോദ്യം ചെയ്യാൻ അത് മാത്രം നീ വളർന്ന. നീ ഇന്നലെ വന്ന പെണ്ണിനെ സപ്പോർട്ട് ചെയ്ത് ചോദിക്കാൻ വന്ന് പണിയെടുക്കേണ്ട കേസ് പറഞ്ഞപ്പോ ഇല്ലേ 10 മാസം ഉമ്മ ചുമന്ന് പറ്റ ഉമ്മാനെ കുറിച്ച് നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു വരുന്നു. എന്താണ് നീ വലിയ ആളായത്? നിന്റെ പെണ്ണിനെ പറയുമ്പോ എനിക്ക് പൊള്ളുണ്ടല്ലോ. നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ പറയണോട് നല്ലത് വേറെ വല്ലവരോട് പറയണോ നല്ലത്. ഫസ്റ്റേ നിന്റെ പെണ്ണൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഉമ്മാന്റെ അടുത്ത് ഇങ്ങനെ പണിയെടുക്കുമ്പോ കൂടെ മാറി ചെയ്യാനൊക്കെ അത് ആദ്യം നീ പഠിക്കും. ഒരു ഉമ്മാനെ ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ പണി. എന്താണ് പ്രശ്നം? എന്താന്ന് മുഹമ്മദ് ചോദിക്കുന്നുണ്ടില്ലേ? എന്ത് ഉമ്മ എവിടെയാണ്? അതെ ഉമ്മ എന്തിനാ ആവശ്യമില്ലാത്ത വർത്താനൊക്കെ പോയി പറയുന്നത്? അതിന് വയ്യാതെ കിടക്കണല്ലേ ഇവിടെ? അതിന് മാത്രം എന്തിട്ട് മലമറിക്കാനുള്ള പണിയുള്ളത്? നിങ്ങളൊക്കെ വർത്താനം കേട്ട് എനിക്ക് ഭ്രാന്ത് പിടിച്ചു വരുന്നുണ്ട്. കണ്ടില്ലേ കേട്ടത്? നിങ്ങൾ എന്താ പറഞ്ഞ? നിങ്ങള് പറഞ്ഞ കറക്റ്റായി കണ്ടില്ലേ? കാലത്തൊട്ട് വൈകുന്നേരം പറയും ചക്കര ശ്വാസം. ഞാൻ അതിന് എന്താ അവളോട് പറഞ്ഞത്? നിനക്കൊന്ന് വന്ന് എന്റെ കൂടെ വേണം ഒന്ന് ചെയ്തുകൂടെ? ഏത് നേരം ഈ മൊബൈൽ കുത്തിപ്പിടിച്ചിട്ട് നോക്കി കിടക്കണുണ്ടല്ലോ. ഉമ്മാക്ക് വന്നൊന്ന് ചെയ്തുകൂടെ? ഉമ്മാക്ക് വയ്യാത്തല്ലേ, അതോടെ ഞാൻ ഈ കാലത്തൊട്ട് വൈകുന്നേരം വരെ ചെയ്യണില്ലേ? നിങ്ങൾ വലിയ വീട്ടിന്റെ മക്കളാണെങ്കിലും എന്താ പണിയെടുക്കണ്ടെന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞപ്പോ അതിനുള്ള മറുപടിയൊക്കെ അത്യാവശ്യം തന്ന്. അത് ഇവിടുത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ കെട്ടിക്കൊണ്ടത് എന്റെ ഭാര്യയായിട്ട്, അല്ലാണ്ട് ഇവിടുത്തെ വേലക്കാരിയായിട്ടല്ല. നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാന്നുണ്ടെങ്കിലും ഞങ്ങള് വേറെ വീട് എന്തെങ്കിലും നോക്കിയിട്ട് ഇവിടുന്ന് മാറിക്കോളാം. കേട്ടില്ലേ പറയണത്? അനുഭവിച്ചോ? അതൊക്കെ പറയാനുള്ളൂ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ബാക്കിയൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ട്. നീ പറയും എന്താ വെച്ചാ. ഞാൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നമുക്കും ഉണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ. വിഷമവും ദേഷ്യവും ഒക്കെ എല്ലാ മനുഷ്യനും ഉണ്ട്. അതുപോലെ നമുക്കും ഉണ്ട് ഓരോ കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ പറയണതാണ്. അത് കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക. വയ്യാന്ന് പറഞ്ഞ പിന്നെ എന്തിനാ അവിടെ പോയി ചീത്ത പറയേണ്ട ആവശ്യം? അവളെ കരഞ്ഞോണ്ടിരിക്കുക. നിന്റെ പെണ്ണിനത്തേക്ക് തലയിൽ വെക്കട, ഇനി ഒന്നും കൂടി ഉയർത്ത്. ആ ഉയർത്തും. ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നല്ലേ. നിന്റെ പെണ്ണിനും കൂടി ഒന്നും കൂടി ഉയർത്തി വെക്കട്ടെ നീ തലയില്. നിനക്ക് ഇന്നലെ വന്ന പെണ്ണാണ് നിനക്ക് അല്ലേ ഉമ്മേ. നിന്റെ വയലിലിട്ട് ഇത്രമേലെ ആക്കി ഒരു പെണ്ണ് കെട്ടി തന്നപ്പോഴല്ലേ നിന്റെ പെണ്ണ് പെറ്റുമ്മാനെ എനിക്ക് വേണ്ട. ഞാൻ ഇവിടുത്തെ പണികള് എനിക്ക് മാത്രം ചെയ്യാൻ തന്നെ ഉള്ളൂ അല്ലേ? ഉമ്മാക്കേ വയസ്സായി വരിക, 16 വയസ്സല്ലേ ഉമ്മാക്ക്. ഈ വാക്കൊക്കെ നിന്റെ പെണ്ണോട് പറഞ്ഞ് ഉപദേശിച്ചിട്ട് ഉമ്മാക്കൊന്ന് സഹായിച്ചു കൊടുക്ക്. എന്റെ ഉമ്മ ഒറ്റക്കല്ലേ കഷ്ടപ്പെടുന്നു, ഒന്ന് കൂടെ മാടം നിൽക്കുന്ന് പറഞ്ഞു കൊടുക്ക്. അതാണ് മക്കളുടെ
ഇത്. അല്ലാണ്ട് ഇവിടെയുള്ള പണി ഉമ്മാക്ക് തന്നെ ചെയ്യാനുള്ളൂ. എന്റെ പെണ്ണിട്ട് അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുന്നത് നീ വന്ന് പറയണില്ലേ? എന്നിട്ട് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിരിക്കണം വേറെ പോണെന്നാ. വേറെ പോയാൽ നിന്റെ പെണ്ണ് പണിയെടുക്കില്ലേ? നീ പണിയെടുത്ത് കൊടുക്കൂല്ലേ? മോളവിടെ കിടന്നോ? നിനക്ക് വേണം ചോറും കൂട്ടാൻ. ഇതേ കാലിട്ട് ചെരുപ്പ് തേച്ച് കൊണ്ടുപോകും. മോൻ അങ്ങനെ ഒരു പൂതിയാണെങ്കിൽ പറ്റോ? നാളെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. അതിലൊന്നും ഉമ്മ പേടിക്കില്ല കേട്ടാ. നാളെ തന്നെ ഇവിടുന്ന് കാര്യമായിക്കോ. ഈ സ്വഭാവം പറ്റില്ല. നിന്റെ പെണ്ണിന്റെ സ്വഭാവം, നിന്റെ പെണ്ണ് ഈ വന്നവയ്ക്ക് ഓതി തന്നില്ലേ? ഇതൊന്നും ഒരു കുടുംബത്തേക്ക് ചേർന്നല്ല. ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ഇത്ര തന്നെ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഞാൻ ഈ പോയി ചീത്ത പറഞ്ഞ സാധനം നിന്നെ അവിടുന്ന് പുറത്തുനിന്ന് വന്നിട്ട് ഇപ്പൊ പറഞ്ഞ് തല കറങ്ങിയിട്ട് ഉപ്പ നാരങ്ങ വെള്ളം കലക്കി തന്നിട്ട് ഇപ്പൊ തലകറക്ക് തരുവോ? സൗണ്ട് കേട്ടപ്പോ തന്നെ എണിച്ച് വന്നതാ. എന്നിട്ട് ഉമ്മാനെ നീ വന്ന് ചോദ്യം ചെയ്യണല്ലേ? ഉപ്പ തൊള്ള തുറന്നാ പറയും ആ മക്കളെ ഒന്നും വിശ്വസിക്കരുത്. നമുക്കായിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കണം. ഞങ്ങളുടെ കയ്യിൽ 10 പൈസ അല്ല. അല്ല നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണിക്കും. നിങ്ങളിപ്പോ പറഞ്ഞില്ലേ ഞങ്ങൾ പൊക്കോണ്ടെന്ന്. മക്കള് പൊക്കോ, അതിലൊന്നും ഞങ്ങളല്ല കുറയ്ക്കില്ല. നിങ്ങൾ പൊയ്ക്കോ, ഒരു കുഴപ്പമില്ല. അവിടെയെങ്കിലും പോയിട്ട് ഇതുപോലെ ഒരു പണിക്കാരത്തിന് നിർത്തിക്കോളെ. അല്ലെങ്കിൽ ഒരു പണിയെടുക്കേണ്ട വരും. എൻ്റെ പെണ്ണും പണിയെടുക്കേണ്ട വരും, നീയും പണിയെടുക്കാം. പെണ്ണ് പണിയെടുക്കണ്ട, ഈ പണിയെടുത്തിട്ട് നേരത്തെ എൻ്റെ പെണ്ണിന് വെച്ചു കൊടുക്കേണ്ട വരും. പൊക്കോളെ. അങ്ങനെ ഒരു പോയിട്ട് മക്കൾ അത് വേഗം പൊയ്ക്കോളെ. എനിക്ക് പണി കുറഞ്ഞു കിട്ടുമല്ലോ. എന്തിട്ട് വർത്താനം പറയണത്? നമ്മളെ വീട്ടിൽ അവ ഇവിടേക്ക് പോകാനാണ് പറയണത്. അവനെ പോവാണെങ്കിൽ പോകട്ടെ. അവർക്കൊരു ബുദ്ധിമുട്ടാണെങ്കിൽ അവരുപോലെ, ഇല്ലെങ്കിൽ നമുക്ക് ഇറങ്ങി കൊടുക്കാന്ന് കുഴപ്പമില്ല. അവർ സന്തോഷമായിട്ട് ഇരിക്കട്ടെ. നമുക്ക് പോവാ. നമ്മളായിട്ട് അവർക്കൊരു ശല്യം വരണ്ട. അവർ സന്തോഷമായിട്ട് ഇരിക്കട്ടെ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഉമ്മയും കുറച്ച് അഡ്ജസ്റ്റ് ആക്കുന്ന ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ വയ്യാകയും വെച്ചിട്ട് ഉമ്മ അടുക്കള തേച്ചില്ല, മേശല് പാത്രങ്ങൾ കിടക്കണം, ഉമ്മർത്ത് അടിച്ചു വാരിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ അത് അവിടെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കല്ലേ. അതങ്ങനെ പറഞ്ഞു കേട്ടപ്പോഴാണ് ഞാൻ ഉമ്മർത്ത് നേരിട്ട് വന്ന് ചോദിക്കാൻ വേണ്ടി വന്നത്. അല്ലാണ്ട് വേറെ ഒരു കുഴപ്പമില്ല. നിങ്ങളൊരു കുടുംബമൊക്കെ ആകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ഒക്കെ ആക്കിയിട്ട് പോണെന്നേ ഞാൻ പറയണമെന്നുള്ളൂ. അതെ, ഒരു കാര്യം ചെയ്യാം. അവരിരുന്നോട്ടെ. നമുക്ക് അല്ലാതെ എന്തെങ്കിലും ഒരു വഴി കാണിക്കും. ഞാൻ പറയണത് നിങ്ങൾ കേക്ക്. അവര് സന്തോഷമായിട്ട് ഇരുന്നോട്ടെ. നമുക്ക് ഇറങ്ങി കൊടുക്കാം, നമുക്ക് മാറിക്കൊടുക്കാം. ഞാൻ ഇവിടെ ആവുമ്പോ എന്തെങ്കിലുമൊക്കെ പറയ്ക്ക്. പണിയെടുത്ത് വയ്യ. കാലത്തൊട്ട് വൈകുന്നേരം വരെയും പണിയാ. ഈ അതും ഇത് നോക്കിയിട്ടിരിക്കുമ്പോ ഞാനൊരു ഉമ്മല്ല എന്തെങ്കിലും പറയാം. അപ്പൊ ഉമ്മാക്ക് ചെയ്യാനുള്ള പണിയാണ് ഇവിടെ. ഈ പണി ഞാൻ ആയിരിക്കും പോയി ചെയ്ത് കൊടുത്താൽ എനിക്കൊരു 500 രൂപ വൈകുന്നേരം കിട്ടും. അത് മതി നമുക്ക് രണ്ടാൾക്ക്. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇരിക്കണ ഒരു സന്തോഷമായിട്ട് ഇരുന്നോട്ടെ. അതാണ്. എനിക്കേ നിന്ന് വർത്താനം പറയാൻ വയ്യ, തല കറങ്ങണം. നമ്മൾ ഒന്ന് കെടുക്കട്ടെ. ആ അതേ, ഉമ്മാക്കുള്ള നല്ല ഡോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഉമ്മ നിന്റെ ഒരു കാര്യത്തിൽ ഇടപെടില്ല, മനസ്സിലായില്ലേ? പിന്നെ അങ്ങനെ എന്തെങ്കിലും ഇടപെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് വിളിച്ച് പറയട്ടെ. അത്രേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നവും വരില്ല. ഉമ്മാക്കും ഉപ്പാക്കും ഉള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? കുറച്ച് നീയും അഡ്ജസ്റ്റ് ചെയ്ത് പോവാ. ഇനി എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ എങ്കിലും ഞാൻ എവിടേക്കും പോവാനും ഇതാക്കാനും വീട്ട് മലയൊന്നും മറിക്കാനൊന്നും നിൽക്കില്ല. അത്ര ഉള്ളത് നിങ്ങൾ ഉമ്മാനോട് പറഞ്ഞു. എത്ര ചെയ്യാൻ പറ്റുള്ളൂ. അത് കാര്യമാക്കണ്ട. ഇനി എന്തെങ്കിലും പരിപാടി വരിക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരിക എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വീട് നോക്കിട്ട് മാറാം, മനസ്സിലായില്ലേ? അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. എന്താ ചെയ്യാ? ഒറ്റ മോനാണ് പറഞ്ഞിട്ട്. ഒറ്റ മോനെ എൻ്റെ നാണിച്ച് വളർത്തിയ കാരണം ആ മോൻ്റെ എന്താ പറയാ കുറച്ചവനെ പെൺകുട്ടിയുടെ മുന്നിലാ. പെൺകുട്ടിയൊക്കെ കേട്ടിട്ടുണ്ടാവും. അവളുടെ മുന്നിലൊക്കെ പറയുമ്പോൾ എങ്ങനെയുണ്ട്? പറ്റിയില്ലെങ്കിൽ ഞാനിവിടുന്ന് പോവാം. മനസ്സിന് പോണില്ല വിഷമം. ഞങ്ങൾ വേറെ എന്താണ് നമ്മുടെ മോൻ ഇങ്ങനെ? പറ്റിയില്ലെങ്കിൽ ഞാൻ വേറെ വീട് നോക്കി പോകുന്നു. ഒറ്റ മോന് പറഞ്ഞ് നമ്മൾക്ക് നല്ലപോലെ നോക്കി എങ്ങനെ നോക്കി അതൊക്കെ ശരിയാവോ? ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 3-4 മാസമല്ലേ. ഇങ്ങനെ മാറുമോ കല്യാണം? അതൊക്കെ ഉണ്ടാവും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ മക്കളൊക്കെ നോക്കി ഉണ്ടാക്കി മോനെ എന്നോട് ഞങ്ങള് പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ വേറെ വീട് നോക്കി പോകുന്നു പറയുന്നു. അതൊക്കെ അപ്പോഴത്തെ അവസ്ഥയിൽ പറയണതാണ്. അതൊക്കെ ശരിയാവും. അതിന് കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ റെഡി. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാരണം അതിന്റെ ഒരു അവസ്ഥയിൽ അവനോട് പറഞ്ഞു. അവള് പറഞ്ഞപ്പോ അവൻ വന്ന് ചോദിക്കാൻ വന്നു. അതൊക്കെ ശരിയാവും. അതിന് നീ വിഷമിക്കണ്ട. അതിനെ പറ്റി ചോദിക്കാന് വല്ലാത്തൊരു വിഷമം. എനിക്കതൊരു വാക്കുണ്ടല്ലോ ഭയങ്കര. പക്ഷെ അവര് പോകുകയാണെങ്കിൽ പൊക്കോട്ടെ. അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങിക്കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു വഴി അള്ള കാണിക്കുന്നത്. നമ്മളെപ്പോലെ ആരും ഇല്ലാത്തവർക്ക് അള്ള ഓരോ വഴി. ഇപ്പൊ പല ഇതുണ്ടല്ലോ. നമ്മളെ ദുനിയാവില് റബ്ബ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വഴി അള്ള കാണിക്കും. അതൊന്നും കുഴപ്പമില്ല. അത് ഇപ്പൊ പറഞ്ഞ വാക്കല്ലേ പിന്നെ പറയണത്. അതൊക്കെ ശരിയാവും. നീയേ കിടന്ന വയ്യാത്തവളെ നീ ഇതാകാൻ നിൽക്കണ്ട. ശരിയാവും. എന്ത് ശരിയാവും?